ഹലോ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ലീവല്ലേ, ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് ലീവാണ്. അപ്പോൾ ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് മൂന്നാൾക്കും കൂടെ ഇവിടെ ഒരാൾ ഹോസ്റ്റലിൽ ഒരാൾ അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇന്നത്തെ ഡേ ഫുള്ളില്ല, ഉച്ചക്ക് മാത്രം ഉച്ച വരെ മാത്രം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഡേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നേരത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെറുങ്ങനെ പാറുന്നില്ല. അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവർ രണ്ടാളും കിച്ചണിലാണുള്ളത്. ഞാൻ പിന്നെ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. അവർ രണ്ടുപേരും നല്ലപോലെ കുക്ക് ചെയ്യും, ഞാൻ പിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ടാളും, ഒരാൾ പോണ്ടിച്ചേരി, മറ്റേ ആൾ പോണ്ടിച്ചേരിയാണ്. പക്ഷേങ്കിൽ അമ്മ ചെന്നൈ, അച്ഛൻ കോഴിക്കോട്, അതുകൊണ്ട് മലയാളമാണ്. ഞാൻ പ്രേമികേച്ചി ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഞാൻ ചേച്ചീനെ വിളിക്കുക, പ്രേമികേച്ചീനെ. എൻ്റെ എൽഡറാണ്, അതുകൊണ്ട് ഞാൻ ചേച്ചീനെ വിളിക്കുക. പിന്നെ പ്രീതി, അവൾ പക്ക പോണ്ടി. പക്ഷെ അവൾ മലയാളം സംസാരിക്കും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ കോൺവെർസേഷൻസ് എന്ന് പറയുമ്പോൾ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ ഇവിടെ സോങ് വെച്ചുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ഞാൻ വോയിസ് കട്ടാക്കി കളയും. ഇത് ചിലപ്പോൾ ഞാൻ കേൾക്കുന്നില്ല, വോയിസ് ഓവറായിരിക്കും കൊടുക്കാം. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അവർ ഉള്ളിലെ കിച്ചണിലാണ് ഉള്ളത്. ഇത് പ്രേമിക. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാൾക്കാർ. അപ്പൊ ഇനി ഞാൻ ക്യാമറ ഇവിടെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതായിരിക്കും. ഇവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, കാണിച്ചു തരാം. ഇത് കോളിഫ്ലവർ. നമ്മൾ എന്തുണ്ടാക്കുന്ന കോളിഫ്ലവർ ഫ്രൈയാ അല്ല, പിന്നെ പനീർ ഞാൻ കഴിക്കൂല, പനീർ ഇവർ കഴിക്കും. പിന്നെ ഇവിടെ ചില്ലി കട്ടി. അപ്പോൾ ഞാൻ എന്തെങ്കിലും പണിയെടുക്കട്ടെ ഗൈസ്. பிரியாணி வந்து ஸ்பைசியா சாப்பிடுவீங்களா? இல்ல ஸ்பைசி வேண்டாம். ஓ, ஜீரகப்பொடி. ஆமா, ஜீரகப்பொடி. ஸ்பைசியா சாப்பிட மாட்டியா? ஸ்பைசியானா ஓவர் ஸ்பைசி உடம்புக்கு ஒத்துக்காது. ஓகே ஓகே, சாப்பிடுங்க ஒரு அளவு. ஓவர் தமிழ் புரியும்ல? ഞാൻ പറഞ്ഞില്ലേ ഇവർ രണ്ടാളും തമിഴാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും, തമിഴിലേക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഇവരുടെ അടുത്ത് മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് സംസാരിക്കാം. ചേച്ചീൻ്റെ അടുത്ത് കുഴപ്പമില്ല, പക്ഷെ പ്രീതി മലയാളം പറയും, പക്ഷെ കൊച്ചു മലയാളം, കുറച്ച്. ഞാൻ പണിയെടുക്കാത്തതല്ല. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട, നീ റെസ്റ്റ് എടുത്തോ. കാരണം ഞാനാണ് ഇവരെ കൂട്ടത്തിൽ ലെക്ചർ ചെയ്തത്, അതുകൊണ്ട് ഇവരെ എന്നെ പാമ്പർ ചെയ്തിട്ടാണ് കൊണ്ടുപോകല്. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ പണിയെടുക്കായിട്ടല്ല കേട്ടാ. അല്ല ഞാൻ പണിയെടുക്കല്ലോ, ഞാൻ വീട്ടില് സാധനം പണിയെടുക്കില്ല. കണ്ടാ? അയ്യോ, അതെന്റെ ചേച്ചി എനിക്ക് ഞാൻ വരുമ്പോ മേടിച്ചു തന്നതാ. ഞാന് മൂത്തന്റെ വീട്ടില് പോകുമ്പോ അപ്പുറത്തെ വീട്ടില് ചേച്ചീന്റെ എൻഗേജ്മെന്റ് ഇല്ലായിരുന്നോ, അപ്പൊ അവിടെ നന്നായിട്ടുണ്ടായിരുന്നു. അത് എവിടെയാ വെച്ചത് മറന്നുപോയി എന്റെ അടുത്ത്. അതുപോലെ ഇന്നലെ മഞ്ച് ഉണ്ടായിരുന്നു, അതും മറന്നുപോയി. ഇത്ര മതിയടി, കൊഞ്ചോണ്ട് പോടേ പോടേ. നീ അല്ലേടി പറഞ്ഞ ഒന്നും ചെയ്യണ്ട. കാതില് ഹെഡ്ഫോൺ ഇട്ടിട്ട് കുക്ക് ചെയ്യും. വേഗം കുക്ക് ചെയ്യും. അതല്ല, ഞാൻ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യാൻ 3 ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ കുക്കൊന്നും ചെയ്യില്ല. ഞാൻ അവിടെ ബെഡിൽ ഞാൻ എന്താ ചെയ്യല്? ഞാൻ പഠിക്കാനും എഴുതണം. അതെ, കൊറേ ഉണ്ട്. അതുകൊണ്ട് ഈ റെക്കോർഡൊക്കെ എഴുതണം. ഒബ്സർവേഷൻ എഴുതി കഴിഞ്ഞു. പറഞ്ഞ പോലെ റെക്കോർഡ് അമ്മേൻ്റെ അടുത്ത് എഴുതാൻ കൊടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. അത് മറന്നു.
ഞാൻ എഴുതും ഞാൻ എഴുതും. പക്ഷെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രക്ചറിനെ ഇരുന്ന് എഴുതാൻ പറ്റില്ല. എനിക്ക് എഴുതുമ്പോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. മഷി ഇങ്ക്. നിങ്ങൾ മഷിക്ക് എന്താ പറയാ തമിഴില്? തമിഴിൽ ഇങ്ക് എന്നാ പറയാ. ഇങ്ക് വന്ന് ഇംഗ്ലീഷ് വേർഡ് അല്ലേടി. പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു തമിഴല്ലേ, തമിഴ് ഡൗട്ട് ചോദിക്കുക. അപ്പൊ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അതെന്താടി പറയാ, ഇതിനെന്താടി പറയാ. വാട്ട് നിങ്ങൾ മലയാളത്തിൽ എന്ത് ഡൗട്ട് വേണ്ടിക്ക് എന്റെ അടുത്ത് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. കോളിഫ്ലവർ ആയി. കല്ലുമ്മക്കായിന്റെ മണം. കല്ലുമ്മക്കായില്ലേടി. ഇത് പ്രീതിയോ ഫോണിൽ പാട്ടിരിക്കാം. പാട്ടാ? ഓക്കെ ഗൈസ്, പാട്ട് വെക്കാം. ഓക്കെ ഗൈസ്, പാട്ട് വെക്കാൻ പോന്നു. അപ്പൊ ചിലപ്പോ കോപ്പിറൈറ്റ്. അപ്പൊ ഞാൻ അവിടെ കട്ട് ചെയ്യും. വെച്ചോ. നമ്മൾ മലയാളീസ് തമിഴ് പാട്ടും കേൾക്കും അല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ സാധാരണ ഗൈസ് ഗൈസ് എന്ന് പറയില്ല. സാറില്ല, ഈ വീഡിയോയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ പാട്ട് വെക്കാം. കണ്ണാപ്പി വീഡിയോ ഞാനാണ് കണ്ണാപ്പി പഠിപ്പിച്ചു കൊടുത്തത്. എന്റെ അടുത്ത് പറയാ നമുക്ക് പോയിട്ട് ഓയിൽ വാങ്ങിയിട്ട് വരാം. ഓയിലില്ല. ഓയിലാണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റൂല. ഓയിൽ വാങ്ങിയിട്ട് വരാം. Let's go. Apartment, okay. അങ്ങനെ ഞാൻ ഓയിൽ മേടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ സൂപ്പർ മാർക്കറ്റിലെത്തി. അയ്യോ, എനിക്ക് ഏതെടുക്കുന്നത് ഗോൾഡ് വിന്നറാണോ പിന്നെ സൺഫ്ലവർ ഓയിലാണോ ഏത് എടുക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മേനെ വിളിച്ചു, പിന്നെ പ്രീതിനെ വിളിച്ചു. അമ്മേനെ വിളിച്ച് കിട്ടുന്നില്ല. അപ്പം ആ ഒരു ടെൻഷൻ. ഞാൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ അച്ഛൻ്റെ കൂടെയൊക്കെ പോകുന്നില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇതൊരു സാധനം വാങ്ങാൻ വരും. പിന്നെ നമ്മളിവിടെ മൂന്നാൾക്ക് കുടിക്കാൻ എത്ര ചെറുത് വേണം വലുത് വേണം നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ ആ ടെൻഷൻ എന്നോട് സൂപ്പർ മാർക്കറ്റിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ പ്രീതിക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് ചോദിച്ചു ഇത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ വാങ്ങി. ഞാനിവിടെ എത്തിയടി. ഞാനില്ലേ, ഞാൻ സൂപ്പർ മാർക്കറ്റിലെത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല ഏതെടുക്കണ്ടേ. ഞാൻ 1/2 മണിക്കൂർ ആട് നിന്നു. ഏതെടുക്കണ്ടേ? ഇത് റൈസിന്റെ മസാല, വെജ് ബിരിയാണി, ബിരിയാണിന്റെ മസാല. ഓ, എനിക്കതൊക്കെ അറിയില്ല കേട്ടോ. മസാല ക്യാമറ കളയാണ്. ഉള്ളി മസാല സാധാരണ കൊണ്ടുവരുന്ന ഉള്ളി മസാല നമ്മൾ പക്ഷെ ഇല്ലേ എള്ളു ഉണ്ടയാക്കുക. ഉണ്ട ഓ, ഇത് ഇതും മല്ലാട്ട. നമ്മളിവിടെ എന്നാ പറയാ
അഭ്യർത്ഥിക്കട്ട അത് പഠിക്കുമ്പോൾ ക്രേവിങ്സ് വരും. Completed and preparing the cookie. Rice ആയി. ഇനി ഓരോ കുക്കറിന് ഓരോ ഇതായിരിക്കും. ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് പക്ഷെ ചേച്ചി ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കുക്ക് ചെയ്യുന്ന പോലെയുണ്ട്. അത് ഇവിടെ വന്ന് പഠിച്ചതാണ്. എനിക്കൊന്നും ഇവിടെ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാൻ അറിയില്ല. ഞാൻ ഇവിടെ വന്നാണ് ബിരിയാണി ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ സാമ്പാർ റൈസ് അങ്ങനെ പിന്നെ കുറച്ച് കൂട്ടാനൊക്കെ ഇവിടെ ഉണ്ടാക്കും. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എല്ലാം ചെയ്ത് പഠിക്കണം. ബിരിയാണി റെഡി. പനീറാണത്. ഒന്നും അറിയില്ല. പക്ഷെ എനിക്കൊന്നും അറിയുന്നില്ല. എല്ലാം ബ്ലർ. அது கொஞ்சம் எடுத்து கொஞ்சம் டேஸ்ட் பண்ணுங்க ப்ளீஸ். പനീർ ഫ്രൈ എന്നല്ല പറയാ. ഓ പനീർ 65 അങ്ങനെ എന്തെങ്കിലും പറയാം. ஓ இடையே பூ மாறும் ടേസ്റ്റ് ഉണ്ടാവാം. ഉണ്ടാവും. manifestation பண்ணிட்டு இருக்கனால പക്ഷെ നമുക്ക് പാൽക്കട്ടില്ല. അതാണിത്. பால் தண்ணி இது வெட்டிக்கறி. ഓക്കെ பிரியாணி என்னாச்சு பிரியாணி? ഒന്നാണ് നല്ല രസമുണ്ടല്ലോ. നല്ല മണം. നല്ല മണം ഉണ്ടാവും. இது வெந்திருக்கா வேவலையான்னு மட்டும் பார்த்து சொல்லுங்க. பிகாஸ் எண்ணெய் ரொம்ப கொதிக்க இருந்தது. சுடாது ஊதி சாப்பிடு. Okay, you can go now, guys. வேணும்னா கூப்பிடுறேன். ഓക്കെ Achale machamakamaale ale achale machamakamaale hey achale machamakamaale ipo vidunjache sambapudunale എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ വേറെ. ഇല്ല. See you pray. Bye. ഇനിയിപ്പോ നാളെ സാറ്റർഡേ, നാളെ ലീവ്, സൺഡേ ലീവ്, മൺഡേ രാവിലെ എണീച്ച് വരണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുത്തെ ചില്ലിങ് ഒക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ചു. നമ്മൾ പ്രേമിനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. ബൈ. ബൈ ബൈ. இப்போ இதுல பார்க்க மாட்டாங்களா? അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ വീട്ടിലേക്ക് പോകുന്നതാണ്. പ്രേം ഇനി ഇവിടെ കിടന്നുറങ്ങും. അപ്പോൾ ബൈ.